ഹലോ ഓൾ, വെൽക്കം ടു ദിശ അക്കാഡമി. എൻ്റെ പേര് ജിതിൻ. CGL 2026 എക്സാമിന് വേണ്ടിയിട്ടുള്ള പൈലറ്റ് ബാച്ച് സീരീസിലെ ഇന്ത്യൻ പൊളിറ്റിയുടെ ഫസ്റ്റ് സെഷനാണ് നമ്മളിന്ന് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സെഷനിൽ ഇന്ത്യൻ പൊളിറ്റിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചില കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇന്ത്യൻ പൊളിറ്റി എന്ന് പറഞ്ഞ ഈ ഒരു സബ്ജക്റ്റിനകത്ത് നമ്മൾ എന്തിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ നോക്കാം. ഇന്ത്യൻ പൊളിറ്റി എന്നുള്ളൊരു സബ്ജക്റ്റിൽ നമ്മൾ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് കോൺസ്റ്റിറ്റ്യൂഷനകത്തുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പ്രൊവിഷൻസ് മാത്രമാണ് ഈ ഒരു സബ്ജക്റ്റിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ആൻഡ് എല്ലാ കാര്യങ്ങളും വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എല്ലാ ആസ്പെക്റ്റും വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പ്രൊവിഷൻസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ നമുക്ക് ഇന്ത്യൻ പൊളിറ്റിയിൽ ആവശ്യമായിട്ടുള്ളൂ. ആൻഡ് അതിൽ തന്നെ ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഏരിയയാണ് സോഴ്സസ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയാണ്. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയാണ്. ആൻഡ് ഈ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ഏതാണ്ട് 50ഓളം കൺട്രീസിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ റെഫർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. അതായത് മറ്റ് പല കൺട്രീസിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് തോന്നിയിട്ടുള്ള പ്രൊവിഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ പ്രൊവിഷൻസ് ഏതൊക്കെ കൺട്രിയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു സെക്ഷനിൽ എന്ത് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു സോഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ പൊളിറ്റിയിൽ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, അതായത് ഏറ്റവും ബേസിക് ലെവലിലുള്ള ചില കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻഡ് വരെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ സോഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഴ്സസ്? അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് പാസ്സാക്കിയിട്ടുള്ള ഒരു ആക്റ്റാണ് ഇൻ ദ ഇയർ 1935. ഈ ഒരു ആക്റ്റിൽ നിന്നാണ് നമ്മളുടെ ഇന്ന് കാണുന്ന കോൺസ്റ്റിറ്റ്യൂഷനിലെ മിക്ക പ്രൊവിഷൻസും എന്ത് ചെയ്തിട്ടുള്ളത് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പ്രൊവിഷൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഈസ് ഫെഡറൽ സ്കീം. അപ്പോൾ ഫെഡറൽ സ്കീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഒരു രണ്ട് ലെവൽ ഓഫ് ഗവൺമെൻറ് കാണും. ദർ ബി ടു ടയേഴ്സ് ഓഫ് ഗവൺമെൻറ്. അതായത് സെൻട്രൽ ലെവലിൽ ഒരു സെൻട്രൽ ഗവൺമെൻറ്റും കാണും, അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവലിൽ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഉണ്ട്. അതായത് ഇന്നത്തെ നമ്മുടെ ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെൻട്രൽ ലെവലിലായിട്ട് ഒരു സെൻട്രൽ ഗവൺമെൻറ്റും ഉണ്ട്, സ്റ്റേറ്റ് ലെവലിലായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സും ഉണ്ട്. ആൻഡ് ഈ രണ്ട് ഗവൺമെൻറ്റ്സിൻ്റെ ഇടയിൽ എന്ത് ചെയ്തിട്ടുണ്ട് പവേഴ്സ് ഡിവൈഡും ചെയ്തിട്ടുണ്ട്. ദർ ഈസ് ഡിവിഷൻ ഓഫ് പവേഴ്സ്. ഈ രണ്ട് ലെവൽ ഓഫ് ഗവൺമെൻറ് ഇടയിൽ പവേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട് ഡിവൈഡും ചെയ്തിട്ടുണ്ട്. ഇങ്ങനൊരു ഫെഡറൽ സ്കീം നമ്മൾ എടുത്തിട്ടുള്ളത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1935 നിന്നാണ്. ഇന്ന് നമ്മൾ കാണുന്ന ടു ടയേഴ്സ് ഓഫ് ഗവൺമെൻറ്, സെൻട്രൽ ലെവലിൽ ഒരു സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ലെവലിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്, രണ്ട് ഗവൺമെൻറ് ഇടയിൽ പവേഴ്സ് എന്ത് ചെയ്തിരിക്കുന്നു ഡിവൈഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള ഈ ഒരു ഫെഡറൽ സ്കീം നമ്മൾ എടുത്തിട്ടുള്ളത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1935 നിന്നാണ്. അതുപോലെ തന്നെ ഓഫീസ് ഓഫ് ദി ഗവർണർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഓരോ സ്റ്റേറ്റിനും നമുക്ക് എന്തുണ്ട് ഓരോ ഗവർണേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഗവർണറിൻ്റെ പൊസിഷൻ എന്നുള്ളത് അല്ലെങ്കിൽ ഈ പോസ്റ്റ് ഓഫ് ദി ഗവർണർ എന്നുള്ളത് നമ്മൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1935 നിന്നാണ് എടുത്തിട്ടുള്ളത്. അതായത് ഈ ഒരു ആക്ട് പ്രകാരം അല്ലെങ്കിൽ ഈ ആക്ട് പറയുന്നതനുസരിച്ച് അന്നുണ്ടായിരുന്ന ബ്രിട്ടീഷ് പ്രൊവിൻസസിൽ സെൻട്രൽ ഗവൺമെൻറ് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു പൊസിഷൻ ഉണ്ടായിരുന്നു, ഒരു ഗവർണറിൻ്റെ പൊസിഷൻ. ആ ഒരു ഗവർണറിൻ്റെ ഓഫീസ് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ അതേപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്കും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജുഡീഷ്യൽ ഹൈറാർക്കി ആൻഡ് സ്ട്രക്ചർ. അതായത് ഈ ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1935 പറയുന്നതനുസരിച്ച് ഇന്ത്യയിൽ സെൻട്രൽ ലെവലിൽ ഒരു ഫെഡറൽ കോർട്ടും അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവലിൽ ഹൈക്കോർട്സുകളും ഉണ്ടായിരിക്കണം എന്ന് എന്ത് ചെയ്തിരുന്നു ഈ ഒരു ആക്ട് പറഞ്ഞിരുന്നു. നമ്മൾ എന്ത് ചെയ്തു ഈ ഒരു പ്രൊവിഷൻ അതേപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് എടുത്തു. ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് കോർട്ടായിട്ട് അല്ലെങ്കിൽ അപ്പെക്സ് കോർട്ടായിട്ട് എന്ത് ചെയ്യുന്നു സുപ്രീം കോർട്ടിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. സുപ്രീം കോർട്ടിൻ്റെ താഴെയായിട്ട് ഹൈക്കോർട്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ആൻഡ് ഹൈക്കോർട്സിൻ്റെയും താഴെയായിട്ട് എന്ത് ചെയ്യുന്നു സബോർഡിനേറ്റ് കോർട്സിനെ, അതായത് ഡിസ്ട്രിക്ട് കോർട്ട്, സെഷൻസ് കോർട്ട് പോലെയുള്ള സബോർഡിനേറ്റ് കോർട്സിനെ എന്ത് ചെയ്തിട്ടുണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രൊവിഷൻ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രക്ചറും ഈ ഒരു ജുഡീഷ്യറിയുടെ സ്ട്രക്ചറും ഹൈറാർക്കിയും നമ്മൾ എടുത്തിട്ടുള്ളത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1935 നിന്നാണ്. അതായത് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് കോർട്ടായിട്ട് സുപ്രീം കോർട്ട്, സുപ്രീം കോർട്ടിൻ്റെ താഴെയായിട്ട് ഹൈക്കോർട്ട്, ഹൈക്കോർട്ടിൻ്റെ താഴെയായിട്ട് ഡിസ്ട്രിക്ട് കോർട്ട്, സെഷൻസ് കോർട്ട് പോലെയുള്ള സബോർഡിനേറ്റ് കോർട്ട്സ്. ഈ ഒരു ജുഡീഷ്യറിയുടെ സ്ട്രക്ചർ അതുപോലെ തന്നെ ഹൈറാർക്കിയും ഇത് നമ്മൾ എടുത്തിട്ടുള്ളത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1935 നിന്നാണ്. ഇനി അടുത്തൊരു പ്രൊവിഷനകത്തേക്ക് പോകുന്നതിന് മുന്നേ
CGL 2026 എക്സാമിന് വേണ്ടിയിട്ട് ദിശ അക്കാഡമി ഒരു എക്സ്ക്ലൂസീവ് CGL ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് CGL പൈലറ്റ് ബാച്ച് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് 2026 CGL എക്സാമിന് എയിം ചെയ്തുകൊണ്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ബാച്ചാണ്. CGL ഓറിയൻറ്റഡ് ബാച്ചാണ്. ഈ ഒരു കോഴ്സ് ഇപ്പോൾ നിങ്ങൾക്ക് 4500 റുപ്പീസ് എന്ന് പറഞ്ഞിട്ട് ഓഫർ പ്രൈസിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. വളരെ റീസണബിൾ ആയിട്ടുള്ളതും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ്. ഈ ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ഫ്രം ദ ഫൗണ്ടേഷൻ ലെവലുള്ള ക്ലാസ്സസ് അവൈലബിൾ ആണ്. ലൈവ് ക്ലാസ്സസ് ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൺ ദ സ്പോട്ടിൽ തന്നെ ഫാക്കൽറ്റീസുമായിട്ട് ഡൗട്ടൊക്കെ ഡിസ്കസ് ചെയ്യാനും ക്ലിയർ ചെയ്യാനും സാധിക്കുന്ന ലൈവ് ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സിനെ സംബന്ധിച്ചുള്ള ഫർദർ ഡീറ്റെയിൽസിനോ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിനകത്ത് ജോയിൻ ചെയ്യാനോ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 8075753676 ഓർ 7012615062. ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ബാച്ച് ആയിരിക്കും ഈ ഒരു പൈലറ്റ് ബാച്ച് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച്. ഓക്കെ, നെക്സ്റ്റ് ഈസ് പബ്ലിക് സർവീസ് കമ്മീഷൻ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള അടുത്ത പ്രൊവിഷനാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ. അതായത് ഗവൺമെൻറ് സർവീസിലേക്ക് ഓർ പബ്ലിക് സർവീസിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്താനായിട്ട് ഒരു ഇൻഡിപെൻഡൻറ്റ് ബോഡി, ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ വേണമെന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പറഞ്ഞിരുന്നു. നമ്മൾ എന്ത് ചെയ്തു, അത് അതേപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് എടുത്തു. ആൻഡ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് സെൻട്രൽ ലെവലിൽ റിക്രൂട്ട്മെൻറ്റ് നടത്താനായിട്ട് UPSCയും സ്റ്റേറ്റ് ലെവലിൽ റിക്രൂട്ട്മെൻറ്റ് നടത്താനായിട്ട് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. അടുത്തതാണ് എമർജൻസി പ്രൊവിഷൻസ്. അപ്പോൾ എമർജൻസി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എമർജൻസി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അടിയന്തരാവസ്ഥ. അതായത് വോറ് പോലെയുള്ള എക്സ്ട്രീം സിറ്റുവേഷൻസിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് കൂടുതൽ പവേഴ്സ് കിട്ടാനും സെൻട്രൽ ഗവൺമെൻറ്റിനെ അല്ലെങ്കിൽ സ്റ്റേറ്റിനെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കംപ്ലീറ്റ് കൺട്രോളിൽ കൊണ്ടുവരാനുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ എമർജൻസി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എമർജൻസിയുടെ ബേസിക് ഐഡിയ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്സ്ട്രീം സിറ്റുവേഷൻസിൽ വോറ് പോലെയുള്ള എക്സ്ട്രീം സിറ്റുവേഷനിൽ അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷൻസിൽ സെൻട്രൽ ഗവൺമെൻറ് എന്ത് കിട്ടണം, കൂടുതൽ പവേഴ്സ് കിട്ടണം. സ്റ്റേറ്റ്സ് എല്ലാം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കംപ്ലീറ്റ് കൺട്രോളിൽ വരണം. ഇതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ എമർജൻസി ഡിക്ലെയർ ചെയ്യാം എന്നുള്ള പ്രൊവിഷൻ നമ്മൾ എടുത്തിട്ടുള്ളത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1935 നിന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ മിക്ക അഡ്മിനിസ്ട്രേറ്റീവ് ഡീറ്റെയിൽസും അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ നടത്തണം എന്നുള്ള കംപ്ലീറ്റ് അഡ്മിനിസ്ട്രേഷൻ ഡീറ്റെയിൽസും നമ്മൾ എടുത്തിട്ടുള്ളത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1935 നിന്നാണ്. സോഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, അതായത് എല്ലാ സോഴ്സസും ചോദിച്ചിട്ടുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ആൻഡ് ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെ വീണ്ടും ചോദിക്കാറുണ്ട്. സോ ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഏരിയ. അടുത്തത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് അല്ലെങ്കിൽ UK-യിൽ നിന്ന്, UK-യുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നിന്ന് നമ്മൾ എന്തൊക്കെ പ്രൊവിഷൻസ് ആണ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനകത്ത് ഫേസ്റ്റ് വൺ ആണ് പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്. അപ്പോൾ എന്താണ് ഈ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്? ഇത് റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. സപ്പോസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ എന്തുണ്ട്, 543 ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ട്, ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്. ഈ 543 ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസീസിലേക്കും ഓരോ 5 വർഷം കൂടുമ്പോഴും ഇലക്ഷൻസ് നടക്കാറുണ്ട്. ഇന്ത്യയിൽ 18 വയസ്സ് കഴിയുകയും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള ആർക്കും എന്ത് ചെയ്യാം, ഈ ഇലക്ഷൻസിനകത്ത് വോട്ട് ചെയ്യാം. അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ ഡയറക്റ്റായിട്ട് ഇലക്ട് ചെയ്യാം. അങ്ങനെ ഓരോ 5 വർഷം കൂടുമ്പോഴും നമുക്ക് 543 ലോക്സഭാ MPസിനെ കിട്ടാറുണ്ട്. ഈ 543 ലോക്സഭാ MPസും പല പാർട്ടിയിൽ നിന്നുള്ളവരായിരിക്കും. ഈ 543 ലോക്സഭാ MPസിൽ ഏത് പാർട്ടിക്കാണോ കൂടുതൽ MPമാരുള്ളത് ആ പാർട്ടി ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഗവൺമെൻറ് ഫോം ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത്, മെജോറിറ്റി പാർട്ടി റൂൾ. ഏത് പാർട്ടിക്കാണോ ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ മെജോറിറ്റി ഉള്ളത് ആ പാർട്ടി ആയിരിക്കും എന്ത് ചെയ്യുന്നത്, റൂൾ ചെയ്യുന്നത് ഓർ ഗവൺമെൻറ് ഫോം ചെയ്യുന്നത്. ഇത് പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഫീച്ചറാണ്. ഇനി അടുത്ത ഫീച്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ 2019 എക്സാമ്പിൾ എടുക്കുക. 2019 ലോക്സഭാ ഇലക്ഷൻസ്, ലോക്സഭയിലേക്കുള്ള ജനറൽ ഇലക്ഷൻസ് നടന്നു. ആ ജനറൽ ഇലക്ഷൻസിൽ BJP എന്ന് പറഞ്ഞ പാർട്ടിക്ക് എന്ത് ചെയ്തു, ഒറ്റയ്ക്ക് 303 സീറ്റ്സ് അല്ലെങ്കിൽ 300+ സീറ്റ്സ് എന്ത് ചെയ്തു, BJP സെക്യൂർ ചെയ്തു. BJPക്കാണ് ഏറ്റവും കൂടുതൽ MPമാരുണ്ടായിരുന്നത്. സോ അവരാണ് എന്ത് ചെയ്യുന്നത്, ഗവൺമെൻറ് ഫോം ചെയ്യുന്നത്.
അപ്പോൾ ഈ 303 MPs അല്ലെങ്കിൽ ഈ 300-ലധികം MPs എന്ത് ചെയ്തു, അവരിൽ ഒരാളായിട്ടുള്ള നരേന്ദ്രമോദിയെ അവരുടെ ലീഡറായിട്ട് ഇലക്ട് ചെയ്യുന്നു. ഈ ലീഡറാണ് എന്ത് ചെയ്യുന്നത്, പ്രൈം മിനിസ്റ്റർ ആയിട്ട് മാറുന്നത്. ആൻഡ് പ്രൈം മിനിസ്റ്റർ ആണ് എന്ത് ചെയ്യുന്നത്, ഗവൺമെന്റിനെ ലീഡ് ചെയ്യുന്നത്. സോ പ്രൈം മിനിസ്റ്ററിന്റെ ലീഡർഷിപ്പ് ആണെന്ത്, പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത്. അതായത് ഗവൺമെന്റിനെ ലീഡ് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. ഇതാണ് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റിലെ രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഫീച്ചർ പറയുന്നതിന് മുന്നേ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം നിങ്ങൾ അറിയണം. ഒരു സ്റ്റേറ്റിന് അല്ലെങ്കിൽ ഗവൺമെന്റിന് 3 ഓർഗൻസ് ആണുള്ളത്. ഒരു സ്റ്റേറ്റിനെ അല്ലെങ്കിൽ ഗവൺമെന്റിനെ സംബന്ധിച്ച് 3 ഓർഗൻസ് ആണുള്ളത്. അതിൽ ഫേസ്റ്റ് വൺ ആണ് ലെജിസ്ലേച്ചർ. ലെജിസ്ലേച്ചറിൻ്റെ ഡ്യൂട്ടിയാണ് എന്ത് ചെയ്യുന്നത്, ലോസ് മേക്ക് ചെയ്യുക, നിയമങ്ങൾ നിർമ്മിക്കുക എന്നുള്ളത് ലെജിസ്ലേച്ചറിൻ്റെ ഡ്യൂട്ടിയാണ്. രണ്ടാമത്തെ ഓർഗനാണെന്ത്, എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അതായത് ലെജിസ്ലേച്ചർ മേക്ക് ചെയ്ത ഈ ലോസ് ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളത് എക്സിക്യൂട്ടീവിൻ്റെ ജോലിയാണ്. ആൻഡ് മൂന്നാമത്തെ ഓർഗനാണെന്ത്, ജുഡീഷ്യറി എന്ന് പറയുന്നത്. ഈ ലോസ് ഇൻ്റർപ്രറ്റ് ചെയ്യുക, എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യുക. ഇതാണ് എക്സിക്യൂട്ടീവിൻ്റെ ജോലി. അപ്പോൾ ഗവൺമെൻറ്റിന് 3 ഓർഗൻസ് ഉണ്ട്, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. ലെജിസ്ലേച്ചർ ആണ് ലോസ് മേക്ക് ചെയ്യുന്നത്, എക്സിക്യൂട്ടീവ് ആണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, ജുഡീഷ്യറി ആണ് എന്ത് ചെയ്യുന്നത്, ഈ ലോസ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതും എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് മൂന്നാമത്തെ ഫീച്ചറിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ മെജോറിറ്റി പാർട്ടി എന്ത് ചെയ്തു, ഗവൺമെൻറ് ഫോം ചെയ്തു. അവരെന്ത് ചെയ്തു, അവരിൽ ഒരാളെ ലീഡറായിട്ട് ഇലക്ട് ചെയ്തു. അദ്ദേഹം പ്രൈം മിനിസ്റ്ററായിട്ട് മാറി ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, ലീഡ് ചെയ്യുന്നു. എന്നിട്ട് ഈ പ്രൈം മിനിസ്റ്റർ എന്ത് ചെയ്യും, ബാക്കിയുള്ള മെമ്പേഴ്സിൽ നിന്ന് കുറച്ച് പേരെ എന്ത് ചെയ്യും, മിനിസ്റ്റേഴ്സായിട്ട് അപ്പോയിൻറ്റ് ചെയ്യും. പ്രൈം മിനിസ്റ്റർ എന്ത് ചെയ്യും, ബാക്കിയുള്ള MPസിൽ കുറച്ച് പേരെ മിനിസ്റ്റേഴ്സായിട്ട്, മന്ത്രിമാരായിട്ട് എന്ത് ചെയ്യാറുണ്ട്, അപ്പോയിൻറ്റ് ചെയ്യാറുണ്ട്. ഈ പ്രൈം മിനിസ്റ്ററും മന്ത്രിമാരും കൂടെ ചേരുന്നതാണെന്ത്, അല്ലെങ്കിൽ ഈ പ്രൈം മിനിസ്റ്റേഴ്സും മന്ത്രിമാരും എവിടെയുണ്ട്, നമ്മുടെ എക്സിക്യൂട്ടീവിൻ്റെ പാർട്ടാണ്. ആൻഡ് ഈ മിനിസ്റ്റേഴ്സ് എന്തൊക്കെ ഡിസിഷൻസ് എടുത്താലും അതിനാരോട് ആൻസർ പറയണം, പാർലമെൻറ്റിനോട് ആൻസർ പറയണം. നിങ്ങളിപ്പോൾ TV-യിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, ന്യൂസിനകത്തൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, ഓരോ ബില്ലുകൾ വരുമ്പോൾ അല്ലെങ്കിൽ ഓരോ ആക്ടുകൾ വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മിനിസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നത്, പാർലമെൻറ്റിൽ ആൻസർ പറയുന്നത്. അപ്പോൾ മിനിസ്റ്റേഴ്സ് എന്ത് ചെയ്യണം, പാർലമെൻറ്റിനോട് ആൻസർ പറയണം. ആൻഡ് പാർലമെൻ്റ് ആണെന്ത്, ഇന്ത്യക്ക് വേണ്ടിയിട്ട് ലോസ് മേക്ക് ചെയ്യുന്നത്. അതായത് യൂണിയൻ ലെവലിൽ പാർലമെൻ്റ് ആണ് നമ്മുടെ ലോ മേക്കിംഗ് ബോഡി, ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്. ആൻഡ് എക്സിക്യൂട്ടീവിലാണ് ആരുള്ളത്, മിനിസ്റ്റേഴ്സ് ഉള്ളത്. ആൻഡ് ഈ മിനിസ്റ്റേഴ്സ് എന്തൊക്കെ ഡിസിഷൻസ് എടുത്താലും അതിനാരോട് ആൻസർ പറയണം, പാർലമെൻറ്റിനോട് ആൻസർ പറയണം. അപ്പോൾ ഇതാണ് പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ. എക്സിക്യൂട്ടീവ് ഈസ് റെസ്പോൺസിബിൾ ടു ദി ലെജിസ്ലേച്ചർ. എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് എന്താണ്, ലെജിസ്ലേച്ചറിനോട് റെസ്പോൺസിബിൾ ആണ്. എക്സിക്യൂട്ടീവ് ഈസ് റെസ്പോൺസിബിൾ ടു ലെജിസ്ലേച്ചർ. ഇതാണ് പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്റിലെ എക്സിക്യൂട്ടീവ് എടുത്തു കഴിഞ്ഞാൽ ആ എക്സിക്യൂട്ടീവിന് 2 ഹെഡുകൾ കാണും. പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്റിലെ എക്സിക്യൂട്ടീവ് എടുത്തു കഴിഞ്ഞാൽ ആ എക്സിക്യൂട്ടീവിന് 2 ഹെഡുകൾ കാണും. ഒരു നോമിനൽ ഹെഡ്, അതായത് പേരിന് വേണ്ടി മാത്രമുള്ള ഒരു ഹെഡും കാണും. അതുപോലെ തന്നെ റിയൽ പവേഴ്സ്, ആക്ച്വൽ പവേഴ്സ് ഉള്ള ഒരു ഹെഡും കാണും. ഇതും പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. എക്സിക്യൂട്ടീവിന് 2 ഹെഡുകൾ കാണും, ഒരു നോമിനൽ ഹെഡും കാണും, അതുപോലെ തന്നെ ഒരു റിയൽ ഹെഡും കാണും. ഇന്ത്യയുടെ കേസിൽ നോമിനൽ ഹെഡ് എന്ന് പറയുന്നത് പ്രസിഡൻ്റ് ആണ്. ആൻഡ് റിയൽ ഹെഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രൈം മിനിസ്റ്റർ. ഇന്ത്യയുടെ കേസിൽ നോമിനൽ ഹെഡ് എന്ന് പറയുന്ന പ്രസിഡൻറ്റും റിയൽ ഹെഡ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ദ പ്രൈം മിനിസ്റ്റർ. അപ്പോൾ ഇതൊക്കെയാണ് എന്ത്, പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അടുത്തതാണ് റൂൾ ഓഫ് ലോ ഡോക്ട്രിൻ. റൂൾ ഓഫ് ലോ ഡോക്ട്രിൻ എന്താണെന്നുള്ളത് ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ നമ്മൾ ആർട്ടിക്കിൾ 14 നമ്മൾ ഡിസ്കസ് ചെയ്യും. ആർട്ടിക്കിൾ 14 എന്ത് ചെയ്യാം, ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഷോർട്ടായിട്ട് നമുക്ക് പറയാം.
ഇന്ത്യയിൽ ലോ അനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അതായത് ഗവൺമെന്റിന് സ്വന്തം ഇഷ്ടപ്രകാരം ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. എല്ലാം നടക്കുന്നത് വിൽ ബി ബേസ്ഡ് ഓൺ എ ലോ. നിയമം അനുസരിച്ചായിരിക്കും എല്ലാം നടക്കുന്നത്. എല്ലാവരും എന്തായിരിക്കും നിയമത്തിന് അല്ലെങ്കിൽ എല്ലാവർക്കും എന്തായിരിക്കും നിയമം ഒരേപോലെ ബാധകമായിരിക്കും. സോ അതാണ് ദി റൂൾ ഓഫ് ലോ ഡോക്ട്രൈൻ എന്ന് പറയുന്നത്. സോ എവ്രി വൺ ഇസ് ബിലോ ദ ലോ. ലോ ആയിരിക്കും ഏറ്റവും ടോപ്പിലുള്ളത്. എല്ലാവരും ലോയെ ബേസ് ചെയ്ത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഫങ്ഷൻ ചെയ്യുള്ളൂ. അതാണ് ജനറലായിട്ട് പറഞ്ഞാൽ. സോ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ആർട്ടിക്കിൾ 14 ഡിസ്കസ് ചെയ്യാം. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി കണക്ട് ചെയ്യാനായിട്ട് എളുപ്പമായിട്ടുള്ളത്. നെക്സ്റ്റ് ഈസ് ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ. അതായത് നമ്മുടെ ലോ മേക്കിംഗ് പ്രൊസീജിയർ എല്ലാം തന്നെ നമ്മൾ യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. സോ ഈ ലോ മേക്കിംഗ് പ്രൊസീജിയർ എങ്ങനെയാണ്, അതായത് ഇന്ത്യയിൽ എങ്ങനെയാണ് ഒരു ലോ മേക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പാർലമെൻറ്റ് ചാപ്റ്ററിനകത്ത് എന്ത് ചെയ്യും, ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. നെക്സ്റ്റ് അടുത്തതാണ് സിംഗിൾ സിറ്റിസൺഷിപ്പ്. സോ ഇന്ത്യയിൽ സിംഗിൾ സിറ്റിസൺഷിപ്പ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അലോ ചെയ്യുന്നുള്ളൂ. അതായത് നിങ്ങൾ കേരളത്തിലുള്ളവരാണെങ്കിലും യു പിയിലുള്ളവരാണെങ്കിലും നോർത്ത് ഈസ്റ്റിലുള്ളവരാണെങ്കിലും നിങ്ങളെല്ലാവരും എന്താണ്, ഇന്ത്യൻ സിറ്റിസൺസ് ആണ്. സ്റ്റേറ്റുകൾക്ക് എന്തില്ല, സെപ്പറേറ്റ് ആയിട്ടുള്ള സിറ്റിസൺഷിപ്പ് കൊടുക്കാനായിട്ടുള്ള പ്രൊവിഷൻ ഇല്ല. നിങ്ങൾ കേരളത്തിലുള്ള ആളാണെങ്കിലും യു പിയിലുള്ള ആളാണെങ്കിലും നോർത്ത് ഈസ്റ്റിൽ താമസിക്കുന്ന ആളാണെങ്കിലും യു ആർ ഓൾ ഇന്ത്യൻ സിറ്റിസൺസ്. നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺസ് മാത്രമാണ്. അല്ലാതെ കേരള സിറ്റിസൺ, തമിഴ്നാട് സിറ്റിസൺ, യു പി സിറ്റിസൺ എന്ന് പറഞ്ഞുള്ള സ്റ്റേറ്റ് സിറ്റിസൺഷിപ്പ് ഇല്ല. അതുപോലെ തന്നെ നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺ മാത്രമായിരിക്കും. നിങ്ങൾക്ക് വേറൊരു കൺട്രിയുടെയും സിറ്റിസൺഷിപ്പ് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്വീകരിക്കാനായിട്ട് പറ്റില്ല. നിങ്ങൾ ഏത് മൊമെൻറ്റിൽ മറ്റൊരു കൺട്രിയുടെ സിറ്റിസൺഷിപ്പ് സ്വീകരിക്കുന്നോ ആ സമയം തന്നെ എന്ത് ചെയ്യും, ഇന്ത്യയുടെ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെട്ടു പോകും. ഇങ്ങനെയുള്ള ഈ സിംഗിൾ സിറ്റിസൺഷിപ്പിൻ്റെ പ്രൊവിഷനും നമ്മൾ ബ്രിട്ടനിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഈസ് ക്യാബിനറ്റ് സിസ്റ്റം. ഇപ്പോൾ ക്യാബിനറ്റ് സിസ്റ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ കേന്ദ്ര മന്ത്രിസഭ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ കേന്ദ്ര മന്ത്രിസഭ എന്ന് പറയുന്നത് യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. കേന്ദ്ര മന്ത്രിസഭയെ നമ്മൾ യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കേന്ദ്ര മന്ത്രിസഭയിൽ ഓർ യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ ഒരുപാട് ടൈപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ പല ടൈപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്. അതിലൊരു കാറ്റഗറി ഓഫ് മിനിസ്റ്റേഴ്സ് ആണ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ആരാണ് ഈ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിനിസ്ട്രീസ് ഉണ്ടല്ലോ, ഹോം, ഡിഫൻസ്, ഫൈനാൻസ്, എക്സ്റ്റേണൽ അഫയേഴ്സ്, റെയിൽവേസ്, റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട്, ഇങ്ങനെയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിനിസ്ട്രീസ്. ഈ മിനിസ്ട്രീസൊക്കെ ഹെഡ് ചെയ്യുന്ന മിനിസ്റ്റേഴ്സിനെ വിളിക്കുന്ന പേരാണ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്. ഈ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും പ്രൈം മിനിസ്റ്ററും കൂടെ ചേരുന്ന ഗ്രൂപ്പാണെന്ത്, ക്യാബിനറ്റ് എന്ന് പറയുന്നത്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് എല്ലാ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസും എടുക്കുന്നത് ഈ ഒരു ക്യാബിനറ്റ് ആയിരിക്കും. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിലുള്ള മറ്റ് മിനിസ്റ്റേഴ്സിന് എന്തില്ല, വലിയ റോളില്ല. ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് അല്ലെങ്കിൽ ഡിസിഷൻസ് എല്ലാം എടുക്കുന്നത് ഈ ഒരു കുഞ്ഞു ഗ്രൂപ്പായിരിക്കും. ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും ഇമ്പോർട്ടൻറ്റ് മിനിസ്ട്രീസ് ഹെഡ് ചെയ്യുന്ന ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും പ്രൈം മിനിസ്റ്റേഴ്സും അടങ്ങുന്ന ഈ ഒരു കുഞ്ഞു ഗ്രൂപ്പായിരിക്കും എന്ത് ചെയ്യുന്നത്, ഡിസിഷൻസ് എല്ലാം എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സിസ്റ്റവും നമ്മൾ ബ്രിട്ടനിൽ നിന്നാണ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഈസ് പ്രറോഗേറ്റീവ് റിറ്റ്സ്. അപ്പോൾ റിറ്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോർട്ട് ഇഷ്യൂ ചെയ്യുന്ന ഓർഡേഴ്സിനെ വിളിക്കുന്ന പേരാണെന്ത്, റിറ്റ്സ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ കോർട്ട് ഇഷ്യൂ ചെയ്യുന്ന ഓർഡേഴ്സിനെ വിളിക്കുന്ന പേരാണ് റിറ്റ്സ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ വയലേറ്റ് ചെയ്യപ്പെട്ടാലോ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടാതെ വന്നാലോ അത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് സുപ്രീം കോർട്ടിനെ ഡയറക്റ്റായിട്ട് അപ്രോച്ച് ചെയ്യാൻ സാധിക്കും. ആൻഡ് സുപ്രീം കോർട്ടിൻ്റെ ഡ്യൂട്ടിയാണെന്ത്, നിങ്ങൾക്ക് ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എൻഷുർ ചെയ്യുക, നേടിത്തരിക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് സുപ്രീം കോർട്ടിന് എന്ത് ചെയ്യാം, കുറച്ച് ഓർഡേഴ്സ് കൊടുക്കാം. ആ ഓർഡേഴ്സിനെ വിളിക്കുന്ന പേരാണെന്ത്, റിറ്റ്സ്. ഹൈക്കോർട്ടിനും എന്ത് ചെയ്യാൻ പറ്റും, റിറ്റ്സ് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഓർഡേഴ്സിനെ വിളിക്കുന്ന പേരാണ്, സുപ്രീം കോർട്ടും ഹൈക്കോർട്ടും ഇഷ്യൂ ചെയ്യുന്ന ഈ ഓർഡേഴ്സിനെ വിളിക്കുന്ന പേരാണ് റിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിറ്റ്സിൻ്റെ കോൺസെപ്റ്റും നമ്മൾ എടുത്തിട്ടുള്ളത് യു കെയുടെ അല്ലെങ്കിൽ ബ്രിട്ടൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നിന്നാണ്. അടുത്തതാണ് പാർലമെൻ്ററി പ്രിവിലേജസ്. നമ്മുടെ പാർലമെൻറ്റ് മെമ്പേഴ്സിന് ചില പ്രിവിലേജസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, പാർലമെൻറ്റ് സെഷനിലിരിക്കുന്ന സമയത്ത് പാർലമെൻറ്റ് മെമ്പേഴ്സിനെ അല്ലെങ്കിൽ എം പീസിനെ എന്ത് ചെയ്യാൻ സാധിക്കില്ല, അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ ഈ എം പീസ് പാർലമെൻറ്റിൽ പറയുന്ന കാര്യങ്ങൾക്കോ അവർ അവിടെ ചെയ്യുന്ന വോട്ടിനോ അവർക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കേസസ് ഒന്നും തന്നെ ഫയൽ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ കുറച്ച് പ്രിവിലേജസ് ആർക്കുണ്ട്, നമ്മുടെ പാർലമെൻറ്റ് എം പീസിനുണ്ട്. അപ്പോൾ ഈ പാർലമെൻ്ററി പ്രിവിലേജസിൻ്റെ കോൺസെപ്റ്റും ബ്രിട്ടൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അടുത്തതാണ് ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ. അപ്പോൾ എന്താണ് ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ഒരു ലെജിസ്ലേച്ചറിന് 2 ഹൗസസ് ഉണ്ടെങ്കിൽ, ഒരു ലെജിസ്ലേച്ചറിന് 2 ഹൗസസ് ഉണ്ടെങ്കിൽ ആ ലെജിസ്ലേച്ചറിനെ വിളിക്കുന്ന പേരാണ് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ. നമ്മുടെ പാർലമെന്റ് എടുത്തു കഴിഞ്ഞാൽ, പാർലമെന്റ് ആണ് നമ്മുടെ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോ മേക്കിംഗ് ബോഡി എന്ന് പറയുന്നത്. നമ്മുടെ പാർലമെന്റ് എടുത്തു കഴിഞ്ഞാൽ പാർലമെന്റിന് 2 ഹൗസസ് ഉണ്ട്, ലോക്സഭയും രാജ്യസഭയും. അപ്പോൾ ലെജിസ്ലേച്ചറിന് 2 ഹൗസസ് ഉണ്ടെങ്കിൽ ആ ലെജിസ്ലേച്ചറിനെ വിളിക്കുന്ന പേരാണ് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ. ആൻഡ് ഇന്ത്യയുടെ പാർലമെന്റിന് 2 ഹൗസസ് ഉണ്ട്. സോ ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് പറയുന്നത് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ ആണ്. ഈ ഒരു ബൈക്യാമറൽ ലെജിസ്ലേച്ചറിന്റെ കോൺസെപ്റ്റ് എടുത്തിരിക്കുന്നത് ഇറ്റ് ഈസ് ഫ്രം ദി ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, നെക്സ്റ്റ് ഈസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അതായത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ എന്തൊക്കെ പ്രൊവിഷൻസ് ആണ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. ഫേസ്റ്റ് വൺ ഈസ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് അതായത് മൗലിക അവകാശങ്ങൾ നമ്മൾ എടുത്തിട്ടുള്ളത് US-ന്റെ കോൺസ്റ്റിറ്റ്യൂഷനകത്താണ്. അതായത് US കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ട്. US-ന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ട്. ഈ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത് US-ന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അവിടുത്തെ സിറ്റിസൺസിന് കൊടുത്തിട്ടുള്ള റൈറ്റ്സ് ആണ്, ബേസിക് ആയിട്ടുള്ള ചില റൈറ്റ്സ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും നമ്മുടെ സിറ്റിസൺസിന് എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ ബേസിക് ആയിട്ടുള്ള, അതായത് ഒരു ഇൻഡിവിജ്വലിൻ്റെ ഓവറോൾ ഡെവലപ്മെൻറ്റിന് എന്തൊക്കെ ബേസിക് റൈറ്റ്സ് ആണോ ആവശ്യമായിട്ടുള്ളത്, എസെൻഷ്യൽ ആയിട്ടുള്ളത്, ആ റൈറ്റ്സിനെ വിളിക്കുന്ന പേരാണെന്ത്, ഫണ്ടമെന്റൽ റൈറ്റ്സ്. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെ കോൺസെപ്റ്റ് നമ്മൾ എടുത്തിട്ടുള്ളത് US-ന്റെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി, അതായത് ജുഡീഷ്യറി എന്ന് പറയുന്നതായിരിക്കണം ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. എക്സിക്യൂട്ടീവോ ലെജിസ്ലേച്ചറോ എന്ത് ചെയ്യാൻ പാടില്ല, ജുഡീഷ്യറിയുടെ കേസിനകത്ത് അല്ലെങ്കിൽ ജുഡീഷ്യറിയുടെ ഫംഗ്ഷനിങ്ങിനകത്ത് എന്ത് ചെയ്യാൻ പാടില്ല, ഇൻ്റർഫിയർ ചെയ്യാനായിട്ട് പാടില്ല. ജുഡീഷ്യറിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ സാധിക്കണം വിത്തൗട്ട് എനി പ്രഷർ. ഗവൺമെൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ ലെജിസ്ലേച്ചറിൽ നിന്നോ ഒരു പ്രഷറും ഇല്ലാതെ എന്ത് ചെയ്യാൻ സാധിക്കണം, ജുഡീഷ്യറിക്ക് ഫംഗ്ഷൻ ചെയ്യാൻ സാധിക്കണം. അപ്പോൾ ഈ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യണം എന്നുള്ള കോൺസെപ്റ്റും അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്താണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, എടുത്തിട്ടുള്ളത്. ഇനി അടുത്തതാണ് ജുഡീഷ്യൽ റിവ്യൂ. നെക്സ്റ്റ് ഈസ് ജുഡീഷ്യൽ റിവ്യൂ. ജുഡീഷ്യൽ റിവ്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് കുറേ റൈറ്റ്സ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പ്രൊവിഷൻസ് ഉണ്ട്. അപ്പോൾ ലെജിസ്ലേച്ചർ പാസ്സാക്കുന്ന, അതായത് പാർലമെൻറ്റോ സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സോ പാസ്സാക്കുന്ന ഏതെങ്കിലും ലോസ് ഈ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെയോ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മറ്റേതെങ്കിലും ഫീച്ചേഴ്സിനെയോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സിനെയോ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ലോസ് റിവ്യൂ ചെയ്യാനും ആ ലോസ് അത് വയലേറ്റ് ചെയ്യുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് റദ്ദാക്കാനും ആർക്ക് സാധിക്കും, ജുഡീഷ്യറിക്ക് സാധിക്കും. ഈ ഒരു പവറിനെ വിളിക്കുന്ന പേരാണ് ജുഡീഷ്യൽ റിവ്യൂ. ഇപ്പോൾ ജുഡീഷ്യൽ റിവ്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജുഡീഷ്യറിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ലോസ് റിവ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് പാർലമെൻറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് പാസ്സാക്കുന്ന ലോസ് റിവ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ലോസ് കോൺസ്റ്റിറ്റ്യൂഷനെ വയലേറ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അത് റദ്ദാക്കാൻ ആർക്ക് സാധിക്കും, ജുഡീഷ്യറിക്ക് സാധിക്കും. ഈ ഒരു പവറിനെ വിളിക്കുന്ന പേരാണ് ജുഡീഷ്യൽ റിവ്യൂ. ഇത് നമ്മൾ എടുത്തിട്ടുള്ളതും US-ന്റെ കോൺസ്റ്റിറ്റ്യൂഷനകത്താണ്. അടുത്തതാണ് ഇംപീച്ച്മെൻറ്റ് ഓഫ് ദി പ്രസിഡന്റ്. പ്രസിഡന്റിനെ പുറത്താക്കുന്ന, അതായത് പ്രസിഡന്റിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇംപീച്ച്മെൻറ്റ്. അപ്പോൾ പ്രസിഡന്റിനെ എങ്ങനെയാണ് പുറത്താക്കുന്നത്, എന്തൊക്കെയാണ് ആ പ്രൊസീജിയേഴ്സ് എന്നുള്ളതെല്ലാം നമ്മൾ US-ന്റെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സുപ്രീം കോടതി ജഡ്ജസിനെയും ഹൈക്കോടതി ജഡ്ജസിനെയും എങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ള പ്രൊസീജിയേഴ്സും നമ്മൾ US-ന്റെ കോൺസ്റ്റിറ്റ്യൂഷനകത്താണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഇംപീച്ച്മെൻറ്റ് പ്രൊസീജിയറും റിമൂവൽ പ്രൊസീജിയറും എല്ലാം തന്നെ നമ്മൾ പ്രസിഡന്റിൻ്റെ ചാപ്റ്ററിനകത്തും അതുപോലെ തന്നെ സുപ്രീം കോടതിൻ്റെയും ഹൈക്കോടതിൻ്റെയും ചാപ്റ്റേഴ്സിനകത്തും എന്ത് ചെയ്യും, ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. നെക്സ്റ്റ് ഈസ് വൈസ് പ്രസിഡന്റ്. അതായത് വൈസ് പ്രസിഡന്റിന്റെ പോസ്റ്റ് നമ്മൾ എടുത്തിട്ടുള്ളത് US-ന്റെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നിന്ന് ഇൻസ്പയർഡ് ആയിക്കൊണ്ടാണ്. അപ്പോൾ US-ന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രസിഡന്റിന് താഴെയായിട്ട് വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു.
അതേപോലെ ഒരു പോസ്റ്റ് ഇന്ത്യയിലും വേണമെന്ന് എന്ത് ചെയ്തു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിക്ക് തോന്നി. അപ്പോൾ ഇന്ത്യയിൽ പ്രസിഡന്റ് താഴെയായിട്ട് എന്ത് ചെയ്തു, വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റും US-ന്റെ വൈസ് പ്രസിഡന്റും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്താണെന്നുള്ളത് വൈസ് പ്രസിഡന്റ് ചാപ്റ്ററിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ഈസ് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് നെക്സ്റ്റ് സോഴ്സ് ഈസ് അയർലൻഡ്. അടുത്തത് അയർലൻഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് അല്ലെങ്കിൽ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നമ്മൾ എന്തൊക്കെ ഫീച്ചേഴ്സാണ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നമ്മൾ എന്തൊക്കെയാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫേസ്റ്റ് വൺ ഈസ് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. DPSPs നമ്മൾ ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനകത്താണ്. ഇനി ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ ഇന്ത്യയെ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആക്കി മാറ്റുക എന്നുള്ളതായിരുന്നു അംബീഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എയിം എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യയെ വെൽഫെയർ സ്റ്റേറ്റ് ആക്കി മാറ്റണമെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ആ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഫൈനാൻഷ്യൽ റിസോഴ്സസ് ഇല്ലായിരുന്നു. ബിക്കോസ് ബ്രിട്ടീഷേഴ്സ് നമ്മളെ ലൂട്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ലൂട്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യ വിട്ട് പോകുന്നത്. സോ ഇന്ത്യ അന്ന് ഫൈനാൻഷ്യലി സ്റ്റേബിൾ അല്ലായിരുന്നു. ഇന്ത്യയുടെ പക്കൽ എന്തില്ലായിരുന്നു, ഫൈനാൻഷ്യൽ റിസോഴ്സസ് ഇല്ലായിരുന്നു. അപ്പോൾ ഇന്ത്യയെ വെൽഫെയർ സ്റ്റേറ്റ് ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് മസ്റ്റായിട്ട് ഗവൺമെൻറ്റിൻ്റെ മുകളിൽ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ, അത് ഗവൺമെൻറ് മസ്റ്റായിട്ട് ഇത് ഫോളോ ചെയ്യണം അല്ലെങ്കിൽ മസ്റ്റായിട്ട് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ മുകളിൽ പ്രഷർ വരാനും ഗവേണൻസ് അഫക്റ്റ് ചെയ്യപ്പെടാനും ഒക്കെ ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയെ വെൽഫെയർ സ്റ്റേറ്റ് ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സ്റ്റെപ്സ് അല്ലെങ്കിൽ ആ ഒരു പ്രൊവിഷൻസ് എന്ത് ചെയ്തു, ഓപ്ഷണലായിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് വെച്ചു. അതായത് പാർട്ട് 4-നകത്ത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഒരു സെപ്പറേറ്റ് പാർട്ട് ക്രിയേറ്റ് ചെയ്ത് ഈ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ എന്താണ് ഈ ഇന്ത്യ വെൽഫെയർ സ്റ്റേറ്റ് ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ആ പ്രൊവിഷൻസ് എന്ത് ചെയ്തു, കുറച്ച് ഡിറക്ഷൻസ് ആയിട്ട് എഴുതി വെച്ചു. ആർക്കുള്ള ഡിറക്ഷൻസ്, ഗവൺമെൻറ്റിനുള്ള ഡിറക്ഷൻസ്. അതായത് ഫ്യൂച്ചറിൽ ഗവൺമെൻറ്റിന് ഫൈനാൻഷ്യൽ റിസോഴ്സസ് വരുമ്പോൾ ഏതെങ്കിലും ഒരു പോളിസി ഫോമുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങൾ കൂടി ഇന്ത്യയെ വെൽഫെയർ സ്റ്റേറ്റ് ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യണം, അതിനകത്തേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, ഒരു ഓപ്ഷണലായിട്ട്, അതായത് ഗവൺമെൻറ് മസ്റ്റായിട്ട് ചെയ്യേണ്ട, ബട്ട് ഗവൺമെൻറ്റിന് ഫ്യൂച്ചറിൽ ഫൈനാൻഷ്യൽ റിസോഴ്സസ് വരുമ്പോൾ അവരെന്ത് ചെയ്യണം, ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു, സെപ്പറേറ്റ് ആയിട്ടൊരു പാർട്ടായിട്ട് ആഡ് ചെയ്ത് വെച്ചു. അതാണ് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ DPSPയുടെ ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ നോമിനേഷൻ ടു രാജ്യസഭ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, പ്രസിഡന്റിന് എന്ത് ചെയ്യാൻ സാധിക്കും, രാജ്യസഭയിലേക്ക് 12 മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഹു ആർ എക്സ്പേർട്സ് ഇൻ ദ ഫീൽഡ് ഓഫ് ആർട്സ്, സയൻസ്, ലിറ്ററേച്ചർ ആൻഡ് സോഷ്യൽ സർവീസ്. ആർട്സ്, സയൻസ്, ലിറ്ററേച്ചർ, സോഷ്യൽ സർവീസ്, ഈ 4 ഫീൽഡുകളിലും എക്സ്പീരിയൻസ് ഉള്ള, എക്സ്പേർട്ടീസ് ഉള്ള 12 മെമ്പേഴ്സിനെ എന്ത് ചെയ്യാൻ സാധിക്കും, പ്രസിഡന്റിന് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു പ്രൊവിഷൻ നമ്മൾ എടുത്തിട്ടുള്ളത് അയർലൻഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനകത്തു നിന്നാണ്. അതുപോലെ തന്നെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ മെത്തേഡ്. നിങ്ങൾ എന്ത് ചെയ്യാറില്ല, പ്രസിഡന്റ് ഇലക്ഷനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാറില്ല. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാറില്ല, പ്രസിഡന്റിനെ ഡയറക്റ്റ് ആയിട്ട് ഇലക്ട് ചെയ്യാറില്ല. പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്നത് ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്, അല്ലെങ്കിൽ നമ്മൾ ഇലക്ട് ചെയ്ത് വിട്ട ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് എന്ത് ചെയ്യുന്നത്, പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രസിഡന്റ് ഇലക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള ആ ഒരു മെത്തേഡ്, ഇലക്ഷൻ മെത്തേഡ് നമ്മൾ എടുത്തിട്ടുള്ളത് അയർലൻഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനകത്താണ്. സോ പ്രസിഡന്റിനെ എങ്ങനെ ഇലക്ട് ചെയ്യണം എന്നുള്ള ഇലക്ഷൻ മെത്തേഡ് നമ്മൾ എടുത്തിട്ടുള്ളത് അയർലൻഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനകത്താണ്. അപ്പോൾ പ്രസിഡന്റിനെ എങ്ങനെയാണ് ഇലക്ട് ചെയ്യുന്നത്, ആരാണ് പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പ്രസിഡന്റിൻ്റെ ചാപ്റ്ററിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ നെക്സ്റ്റ് ഈസ് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ. കാനഡയുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. അതിനകത്ത് ഫേസ്റ്റ് വൺ ആണ് ഫെഡറേഷൻ വിത്ത് എ സ്ട്രോങ് സെൻറ്റർ. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു, ഇന്ത്യ ഫോളോ ചെയ്യുന്നത് ഒരു ഫെഡറൽ സ്കീമാണ്. ഇന്ത്യ ഫോളോ ചെയ്യുന്നത് ഒരു ഫെഡറൽ സ്കീമാണ്. അതായത് നമ്മുടെ ഇന്ത്യയിൽ എന്തുണ്ട്, 2 ലെവൽ ഓഫ് ഗവൺമെൻറ് ഉണ്ട്. സെൻട്രൽ ലെവലിൽ വി ഹാവ് ദി സെൻട്രൽ ഗവൺമെൻറ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവലിൽ നമുക്കൊന്നുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഉണ്ട്. സെൻട്രൽ ലെവലിൽ നമുക്ക് സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്, ഓരോ സ്റ്റേറ്റുകളിലായിട്ട് നമുക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഉണ്ട്. ഈ 2 ഗവൺമെൻറ്റ്സിൻ്റെ ഇടയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പവേഴ്സ് ഡിവൈഡും ചെയ്തിട്ടുണ്ട്. ദർ ഈസ് ഡിവിഷൻ ഓഫ് പവേഴ്സ്. എന്നിരുന്നാലും
കൂടുതൽ പവേഴ്സ് അല്ലെങ്കിൽ കൂടുതൽ പവർഫുൾ ആരാണ്? സെൻട്രൽ ഗവൺമെൻറ് ആണ്. ഈ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ ഫെഡറേഷൻ വിത്ത് സ്ട്രോങ് സെൻറ്റർ എന്ന് പറയുന്നത്. അതായത് ഈവൻ ദോ നമ്മൾ ഫെഡറൽ സ്കീമാണ് ഫോളോ ചെയ്യുന്നത്, നമുക്ക് 2 ലെവൽ ഓഫ് ഗവൺമെൻറ് ഉണ്ട്, സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും. ഇവരുടെ ഇടയിൽ പവേഴ്സ് ഡിവൈഡ് ആണ്, എല്ലാം ഓക്കെ. ബട്ട് സ്റ്റിൽ സെൻട്രൽ ഗവൺമെൻറ് ആണെന്നുള്ളത് കൂടുതൽ പവേഴ്സ് ഉള്ളത്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഫെഡറേഷൻ വിത്ത് എ സ്ട്രോങ് സെൻറ്റർ. ഇത് നമ്മൾ എടുത്തിട്ടുള്ളത് കാനഡയുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്താണ്. അതുപോലെ തന്നെ അടുത്തതാണെന്ത്? റെസിഡ്യൂറി പവേഴ്സ് ടു ദി സെൻറ്റർ. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഷെഡ്യൂൾ 7 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെഡ്യൂൾ ഉണ്ട്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഷെഡ്യൂൾ 7 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെഡ്യൂൾ ഉണ്ട്. ഈ ഒരു ഷെഡ്യൂളിനകത്ത് നമുക്ക് 3 ലിസ്റ്റുകൾ കാണാൻ പറ്റും. ഈ ലിസ്റ്റുകളുടെ പേര് എന്തായാലും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് 3 ലിസ്റ്റുകളുണ്ട്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഇതിൽ യൂണിയൻ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന സബ്ജക്ട്സിൽ സെൻട്രൽ ഗവൺമെൻറ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ലോസ് മേക്ക് ചെയ്യാനായിട്ട് സാധിക്കൂ. സ്റ്റേറ്റ് ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന സബ്ജക്ട്സിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ? ലോസ് മേക്ക് ചെയ്യാനായിട്ട് സാധിക്കൂ. കൺകറന്റ് ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന സബ്ജക്ട്സിൽ സെൻട്രൽ ഗവൺമെൻറ്റും ലോസ് മേക്ക് ചെയ്യാം, സ്റ്റേറ്റ് ഗവൺമെൻറ്റും ലോസ് മേക്ക് ചെയ്യാം. പക്ഷേ രണ്ടുപേരും മേക്ക് ചെയ്യുന്ന ലോസ് തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ സെൻട്രൽ ഗവൺമെൻറ് ലോ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? പ്രിവെയിൽ ചെയ്യുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഷെഡ്യൂൾ 7 പറഞ്ഞിരിക്കുന്ന കാര്യം. ഇപ്പോൾ 3 ലിസ്റ്റുകളുണ്ട്: യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഈ 3 ലിസ്റ്റുകളിലും ഉൾപ്പെടാത്ത സബ്ജക്ട്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസിഡ്യൂറി സബ്ജക്ട്സ്. ഈ 3 സബ്ജക്ട്സിനകത്തും ഉൾപ്പെടാത്ത അല്ലെങ്കിൽ ഈ 3 ലിസ്റ്റിനകത്തും ഉൾപ്പെടാത്ത സബ്ജക്ട്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസിഡ്യൂറി സബ്ജക്ട്സ്. ഈ റെസിഡ്യൂറി സബ്ജക്ട്സിനകത്ത് ലോസ് മേക്ക് ചെയ്യാനായിട്ടുള്ള പവർ സെൻട്രൽ ഗവൺമെൻറ്റിന് മാത്രമായിരിക്കും. ഈ 3 ലിസ്റ്റുകളിലും ഉൾപ്പെടാത്ത സബ്ജക്ട്സിൽ ലോസ് മേക്ക് ചെയ്യാൻ സെൻട്രൽ ഗവൺമെൻറ്റിന് മാത്രമേ സാധിക്കൂ. അതിനെയാണ് നമ്മൾ റെസിഡ്യൂറി പവേഴ്സ് ടു ദി സെൻറ്റർ എന്ന് പറയുന്നത്. റെസിഡ്യൂറി സബ്ജക്ട്സിൽ, അതായത് ഈ 3 ലിസ്റ്റിലും ഉൾപ്പെടാത്ത സബ്ജക്ട്സിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ലോസ് മേക്ക് ചെയ്യാനായിട്ട് സാധിക്കൂ. അതിനെ വിളിക്കുന്ന പേരാണ് റെസിഡ്യൂറി പവേഴ്സ് ടു ദ സെൻറ്റർ. അത് നമ്മൾ എടുത്തിട്ടുള്ളത് ഇറ്റ് ഈസ് ഫ്രം ദി കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അടുത്തതാണ് സെൻട്രൽ അപ്പോയിൻമെൻറ്റ് ഓഫ് ഗവർണേഴ്സ്. നമ്മൾ കുറച്ച് മുന്നേ പഠിച്ചു, ഗവർണറിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ ഓഫീസ് ഓഫ് ദി ഗവർണർ നമ്മൾ എടുത്തിട്ടുള്ളത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ് ഗവർണറിൻ്റെ ഓഫീസ് അല്ലെങ്കിൽ പൊസിഷൻ ഓഫ് ഗവർണർ നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഗവർണറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും എന്നുള്ള പ്രൊവിഷൻ കാനഡയുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്താണ് എടുത്തിട്ടുള്ളത്. തിരിഞ്ഞു പോകരുത്. ഗവർണറിൻ്റെ ഓഫീസ് എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1935. ഈ ഗവർണറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും എന്നുള്ള പ്രൊവിഷൻ എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫ്രം ദി കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ. കാനഡ കോൺസ്റ്റിറ്റ്യൂഷനകത്താണ് ഗവർണറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ എടുത്തിട്ടുള്ളത്. അടുത്തതാണ് അഡ്വൈസറി ജുറിസ്ഡിക്ഷൻ ഓഫ് ദി സുപ്രീം കോർട്ട്. അപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മുടെ ന്യൂസിനകത്ത് വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞൊരു 3-4 മാസം കൊണ്ട് ന്യൂസിനകത്ത് വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 143. ഈ ഒരു ആർട്ടിക്കിൾ 143 ആണ് അഡ്വൈസറി ജുറിസ്ഡിക്ഷൻ ഓഫ് ദി സുപ്രീം കോർട്ടിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ എന്താണ് ഇതെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പ്രസിഡൻ്റെ ചാപ്റ്ററിനകത്തും സുപ്രീം കോർട്ടിൻ്റെ ചാപ്റ്ററിനകത്തും പഠിക്കും. ബട്ട് സ്റ്റിൽ ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. പ്രസിഡൻറ്റിന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്തോ നിലവിലുള്ള ഏതെങ്കിലും നിയമത്തിലോ ഒരു എക്സ്പേർട്ട് ലീഗൽ ഒപ്പീനിയൻ വേണമെന്നുണ്ടെങ്കിൽ പ്രസിഡന്റ് എന്ത് ചെയ്യാൻ പറ്റും? സുപ്രീം കോർട്ടിനോട് അഡ്വൈസ് ചോദിക്കാൻ പറ്റും. ഇതിനെയാണ് അഡ്വൈസറി ജുറിസ്ഡിക്ഷൻ ഓഫ് ദി സുപ്രീം കോർട്ട് എന്ന് പറയുന്നത്. ഇതാണ് സിമ്പിളായിട്ട് നമ്മൾക്ക് പറയാൻ പറ്റുന്നത്. പ്രസിഡന്റിന് കോൺസ്റ്റിറ്റ്യൂഷനകത്തോ നിലവിലുള്ള ഏതെങ്കിലും നിയമത്തിലോ ഒരു എക്സ്പേർട്ട് ലീഗൽ ഒപ്പീനിയൻ വേണമെന്നുണ്ടെങ്കിൽ സുപ്രീം കോർട്ടിനോട് അഡ്വൈസ് ചോദിക്കാം. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് അഡ്വൈസറി ജുറിസ്ഡിക്ഷൻ ഓഫ് ദി സുപ്രീം കോർട്ട്. ഡീറ്റെയിൽ ആയിട്ട് ആർട്ടിക്കിൾ 143 ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് സാധനങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ പ്രസിഡന്റ് ചാപ്റ്റർ പഠിക്കുമ്പോഴും അതുപോലെ തന്നെ സുപ്രീം കോർട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴും ഡീറ്റെയിൽ ആയിട്ട് പറയും. എന്തുകൊണ്ടാണ് ഈ 143 ന്യൂസിനകത്ത് വന്നുകൊണ്ടിരുന്നത്, ഈ 143യുടെ പ്രത്യേകത എന്താണ്, അതുപോലെ തന്നെ 143 ആയിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതെല്ലാം നമ്മൾ പ്രസിഡന്റ് ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യും.
നെക്സ്റ്റ് ഈസ് ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഓസ്ട്രേലിയയുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്? അതിനകത്ത് ഫേസ്റ്റ് വൺ ആണ് കൺകറന്റ് ലിസ്റ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഷെഡ്യൂൾ 7-നകത്ത് 3 ലിസ്റ്റ് ഉണ്ട്: യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ലിസ്റ്റിലുള്ള സബ്ജക്ട്സിനകത്ത് സെൻട്രൽ ഗവൺമെൻറ്റും ലോസ് മേക്കാം, സ്റ്റേറ്റ് ഗവൺമെൻറ്റും ലോസ് മേക്കാം. രണ്ടുപേരുടെയും ലോസ് തമ്മിലൊരു കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ, ഒരു വിരുദ്ധ അഭിപ്രായം വന്നു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് ലോ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, പ്രിവെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ കൺകറന്റ് ലിസ്റ്റിൻ്റെ കോൺസെപ്റ്റ് ഓസ്ട്രേലിയയുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്താണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അടുത്തതാണ് ഫ്രീഡം ഓഫ് ട്രേഡ്, കൊമേഴ്സ് ആൻഡ് ഫ്രീഡം ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ, നിങ്ങൾ കേരളത്തിലൊരു ബിസിനസ് ചെയ്യാമെന്ന് വിചാരിക്കാം. നിങ്ങൾ കേരളത്തിൽ പ്രൊഡ്യൂസ് ചെയ്ത ഒരു ഗുഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? തമിഴ്നാട്ടിൽ കൊണ്ടുവന്ന് സെല്ല് ചെയ്യാൻ പറ്റും, മഹാരാഷ്ട്രയിൽ കൊണ്ടുചെന്ന് സെല്ല് ചെയ്യാൻ പറ്റും, യുപിയിൽ കൊണ്ടുചെന്ന് സെല്ല് ചെയ്യാൻ പറ്റും. എന്നില്ല, പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഇതിനെയാണ് നമ്മൾ ഫ്രീഡം ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിൽ പ്രൊഡ്യൂസ് ചെയ്ത സാധനം നിങ്ങൾക്ക് വേറെ ഏത് സ്റ്റേറ്റിലും എന്ത് ചെയ്യാൻ സാധിക്കും? ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ദിസ് ഈസ് കോൾഡ് ആസ് ഫ്രീഡം ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ്. ആൻഡ് അതും നമ്മൾ എടുത്തിട്ടുള്ളത് ഇറ്റ് ഈസ് ഫ്രം ദി ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നെക്സ്റ്റ് ഈസ് ജോയിൻറ്റ് പാർലമെൻ്ററി സിറ്റിംഗ്സ്. ജോയിൻറ്റ് പാർലമെൻ്ററി സിറ്റിംഗ്സ് ഒരു ഡീറ്റെയിൽഡ് കോൺസെപ്റ്റ് ആണ്. ബട്ട് സ്റ്റിൽ പെട്ടെന്ന് അല്ലെങ്കിൽ ബേസിക്സ് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറയാം. ഇന്ത്യയിൽ ഒരു നിയമം കൊണ്ടുവരണമെങ്കിൽ, ഒരു ആക്ട് കൊണ്ടുവരണമെങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം ഈ നിയമത്തിൻ്റെ പ്രൊവിഷൻസ് പറയുന്ന അല്ലെങ്കിൽ നിയമത്തിനെ കുറിച്ച് പറയുന്ന ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റ്, ആ ഡോക്യുമെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ബിൽ. അപ്പോൾ ഇന്ത്യയിൽ ഒരു നിയമം കൊണ്ടുപോകണമെങ്കിൽ ആ നിയമത്തിൻ്റെ പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന് പറയുന്ന ഒരു ഡോക്യുമെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ബിൽ. ഈ ഒരു ബിൽ എന്ത് ചെയ്യണം? പാർലമെൻറ്റിൽ അവതരിപ്പിക്കണം. പാർലമെൻറ്റിൽ അവതരിപ്പിക്കപ്പെടുന്ന ഈ ഒരു ബില്ല് പാർലമെൻറ്റിൻ്റെ 2 ഹൗസസിലും, അതായത് ലോക്സഭയിലും പാസ്സാകണം, രാജ്യസഭയിലും ഇത് പാസ്സാകണം. അതിനുശേഷം എന്ത് ചെയ്യണം? പ്രസിഡന്റ് ഇതിനകത്ത് സൈൻ ചെയ്യണം. എന്നാൽ മാത്രമേ എന്താകൂ? ഇതൊരു ആക്റ്റായിട്ട് മാറുള്ളൂ. ഇതാണ് ഇന്ത്യയിലെ നമ്മുടെ ലോ മേക്കിംഗ് പ്രൊസീജിയറിൻ്റെ ഒരു ഷോർട്ട് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഒരു ലോ കൊണ്ടുവരണമെങ്കിൽ, ഒരു ആക്ട് കൊണ്ടുവരണമെങ്കിൽ ആദ്യം ആ നിയമത്തിനെ കുറിച്ച് പറയുന്ന ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റ് ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് ലോക്സഭയിൽ പാസ്സായി, രാജ്യസഭയിൽ പാസ്സായി, പ്രസിഡന്റ് എന്ത് ചെയ്യണം? സൈൻ ചെയ്യണം. എന്നാലേ എന്തായിട്ട് മാറും? അത് ആക്റ്റായിട്ട് മാറും. സപ്പോസ് ലോക്സഭ ഈ ഒരു ബില്ല് പാസ്സാക്കി, രാജ്യസഭ ഈ ഒരു ബില്ല് പാസ്സാക്കിയില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് വന്നു? ഒരു പ്രശ്നം വന്നു, ഒരു കോംപ്ലിക്കേഷൻ വന്നു, ഒരു ഡെഡ് ലോക്ക് വന്നു കഴിഞ്ഞു. ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രസിഡന്റ് എന്ത് ചെയ്യാൻ പറ്റും? ലോക്സഭയും രാജ്യസഭയും ഒരുമിച്ച് വിളിച്ചു കൂട്ടാനായിട്ട് സാധിക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് ജോയിൻറ്റ് പാർലമെൻ്ററി സിറ്റിംഗ്, അല്ലെങ്കിൽ ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് ബോത്ത് ഹൗസസ് ഓഫ് ദി പാർലമെൻറ്റ്. ലോക്സഭയുടെയും രാജ്യസഭയുടെയും ജോയിൻറ്റ് സിറ്റിംഗ്. അപ്പോൾ ഇത് നമ്മൾ എടുത്തിട്ടുള്ളത് ഓസ്ട്രേലിയയുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്താണ്. ഈ ജോയിൻറ്റ് പാർലമെൻ്ററി സിറ്റിംഗ്സിനെ കുറിച്ചൊക്കെ, അല്ലെങ്കിൽ ഏതൊക്കെ കേസസിലാണ് ജോയിൻറ്റ് സിറ്റിംഗ് വിളിക്കാൻ പറ്റുന്നത്, എന്തൊക്കെയാണ് ജോയിൻറ്റ് സിറ്റിംഗ്സിൻ്റെ പ്രൊവിഷൻസ്, എന്തൊക്കെയാണ് അതിനകത്ത്, അല്ലെങ്കിൽ എന്താണ് ജോയിൻറ്റ് സിറ്റിംഗിൽ സംഭവിക്കുന്നത്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പാർലമെൻറ്റിൻ്റെ ചാപ്റ്ററിനകത്ത് എന്ത് ചെയ്യും? ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. സോ അതുവരെ എന്ത് ചെയ്യുക? വെയിറ്റ് ചെയ്യുക. അടുത്തതാണ് ജർമ്മനി. ജർമ്മനിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പേരാണ് വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ ജർമ്മനിയുടെ വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷനാണ് എന്തൊക്കെ പ്രൊവിഷൻസ് ആണ് എടുത്തിട്ടുള്ളത്? ഒരൊറ്റ പ്രൊവിഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. ദാറ്റ് ഈസ് സസ്പെൻഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഡ്യൂറിങ് എമർജൻസി. ഇപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വന്ന് കാണും, എമർജൻസി പ്രൊവിഷൻസിനെ കുറിച്ച് ഓൾറെഡി നമ്മൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനകത്ത് പറഞ്ഞായിരുന്നു. അതായത് നമ്മൾ പറഞ്ഞു എമർജൻസി പ്രൊവിഷൻസ് നമ്മൾ എടുത്തിട്ടുള്ളത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1935 നിന്നാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1935 നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മൾ എമർജൻസി പ്രൊവിഷൻസ് എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ കൺഫ്യൂസ്ഡ് ആവണ്ട. ഇന്ത്യയിൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാം, അതായത് എക്സ്ട്രാ ഓർഡിനറി സർക്കംസ്റ്റാൻസസിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് കൂടുതൽ പവേഴ്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ടും സ്റ്റേറ്റ്സിനെ കംപ്ലീറ്റ് ആയിട്ട് സെൻട്രലിൻ്റെ അണ്ടറിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും എമർജൻസി ഡിക്ലെയർ ചെയ്യാം എന്നുള്ള കാര്യം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1935 നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പക്ഷേ ഇന്ത്യയിൽ എമർജൻസി ഉള്ളപ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യയിൽ എമർജൻസി നിലവിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സിറ്റിസൻസിൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സസ്പെൻഡ് ചെയ്യാം എന്നുള്ള പ്രൊവിഷൻ എടുത്തുള്ളത് വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ജർമ്മനി എന്നാണ്. തിരിഞ്ഞു പോകരുത്. എമർജൻസി പ്രൊവിഷൻസ് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1935. ഇന്ത്യയിൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുമ്പോൾ നിങ്ങൾ സിറ്റിസൻസിൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സസ്പെൻഡ് ചെയ്യാം എന്നുള്ള പ്രൊവിഷൻ എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ജർമ്മനി.
അടുത്തതാണ് റഷ്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, USSR ഓർ റഷ്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. റഷ്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്താണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്താണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ സിറ്റിസൻസിന് കുറച്ച് റൈറ്റ്സ് തരുന്നുണ്ട്. ഈ റൈറ്റ്സിന് പകരം നമ്മൾ നമ്മുടെ കൺട്രിയോട് കാണിക്കേണ്ട ചില റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഡ്യൂട്ടീസ്, അതിനെ വിളിക്കുന്ന പേരാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ എടുത്തിട്ടുള്ളത് റഷ്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നെ പഠിക്കും, ബട്ട് ഇപ്പോൾ ഇത് മാത്രം ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഐഡിയൽ ഓഫ് ജസ്റ്റിസ് ഇൻ ദ പ്രിയാമ്പിൾ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിനകത്ത്, അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തുണ്ട്, ഒരു ഇൻട്രൊഡക്ടറി സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഇൻ്റർഫേസ് ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളൊരു ബുക്ക് വായിക്കാൻ എടുത്തു കഴിഞ്ഞാൽ ആ ബുക്കിൻ്റെ ആദ്യം തന്നെ പ്രീഫേസ് എന്ന് പറഞ്ഞൊരു പേജ് കാണും. ഈ പ്രീഫേസ് എന്ന് പറഞ്ഞ പേജിൽ എന്താ ഉള്ളത്, ആ ഒരു ഓതർ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ബുക്ക് എഴുതിയത്, ഈ ബുക്ക് വഴി അയാൾ എന്താണ് റീഡേഴ്സിനോട് കൺവേ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും പ്രീഫേസിനകത്തുള്ളത്, ഒരു ബുക്കിൻ്റെ ആമുഖത്തിനകത്തുള്ളത്, പ്രീഫേസിനകത്തുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖം അല്ലെങ്കിൽ പ്രീഫേസ് ആണെന്ത്, ഈ ഒരു പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് എന്തിനു വേണ്ടിയിട്ട് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി, എന്തൊക്കെയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വഴി നമ്മൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഇങ്ങനെയുള്ള പ്രൊവിഷൻസ് ആണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രിയാമ്പിളിനകത്തുള്ളത്. ഈ പ്രിയാമ്പിളിനകത്ത് ജസ്റ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയൽ ഉണ്ട്. ഇത് നമ്മൾ എടുത്തിട്ടുള്ളത് റഷ്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്താണ്. കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഈ ജസ്റ്റിസ് നമ്മൾ എടുത്തിട്ടുള്ളത് റഷ്യൻ റവല്യൂഷനിൽ നിന്നാണ്. റഷ്യൻ റവല്യൂഷനിൽ ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ഐഡിയൽ ആണെന്ത്, ഈ ഒരു ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതാണ് ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ഫേസ്റ്റ് വൺ ആണ് റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെൻറ് അല്ലെങ്കിൽ റിപ്പബ്ലിക് എന്നുള്ള കോൺസെപ്റ്റ്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മൾ 26 ജനുവരി ആണ് എന്ത് ചെയ്യുന്നത്, റിപ്പബ്ലിക് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. 26 ജനുവരിയാണ് നമ്മുടെ റിപ്പബ്ലിക് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ബട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ കൺട്രി റിപ്പബ്ലിക് എന്ന് വിളിക്കുന്നത്? അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു കൺട്രിയുടെ തലവനെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതൊരു ഇലക്റ്റഡ് പൊസിഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ അതൊരു ഇലക്റ്റഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ആ കൺട്രിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിപ്പബ്ലിക്. ഒരു രാജ്യത്തിൻ്റെ തലവൻ എന്ന് പറയുന്നത് ഒരു ഇലക്റ്റഡ് പൊസിഷനാണ്. ആർക്ക് വേണമെങ്കിലും ആ ഒരു പൊസിഷനിലേക്ക് എത്താം. ഇലക്ഷൻ വഴിയാണ് ആ ഒരു പൊസിഷൻ ഫില്ല് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ കൺട്രിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിപ്പബ്ലിക്. ഇന്ത്യയെ സംബന്ധിച്ച് നമ്മുടെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്, നമ്മുടെ രാജ്യത്തിൻ്റെ തലവൻ എന്ന് പറയുന്ന പ്രസിഡൻ്റാണ്. പ്രസിഡന്റിനെ നമ്മൾ ഇലക്ഷൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്, ചൂസ് ചെയ്യുന്നത്. ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഇന്ത്യയുടെ പ്രസിഡന്റ് ആകാം, ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിരുന്നാൽ മതി. അല്ലാതെ ഒരു പെർട്ടിക്കുലർ ഫാമിലിയിലുള്ള ആൾക്കാർക്ക് മാത്രമേ പ്രസിഡന്റ് ആകാൻ പറ്റൂ എന്നുള്ള കണ്ടീഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കൺട്രീസിനെ വിളിക്കുന്ന പേരാണ് റിപ്പബ്ലിക്. അതേസമയം ഒരു രാജ്യത്തിൻ്റെ ഹെഡിനെ, അതായത് ഒരു രാജ്യത്തിൻ്റെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ഹെറിഡിറ്ററി പൊസിഷൻ ആണെങ്കിൽ, അതായത് ഒരു ഫാമിലിക്ക് മാത്രം അവകാശപ്പെട്ട തലമുറയായിട്ട് കൈമാറി വരുന്ന ഒരു പൊസിഷൻ ആണെന്നുണ്ടെങ്കിൽ ആ കൺട്രിയെ വിളിക്കുന്ന പേരാണ് മൊണാർക്കി. എക്സാമ്പിൾ എന്ന് പറയുന്നത് ബ്രിട്ടൻ. UK ആണെന്ത് മൊണാർക്കിയുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ബ്രിട്ടൻ്റെ കേസിൽ അവിടുത്തെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് കിങ് അല്ലെങ്കിൽ ക്യൂൻ ആണ്. ഈ കിങ് അല്ലെങ്കിൽ ക്യൂൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരേ ഫാമിലിയിലുള്ള ആൾക്കാർ തന്നെയായിരിക്കും. അവർ തലമുറയായിട്ട് കൈമാറി വരുന്ന പൊസിഷനാണെന്ത്, ഈ കിങ്ങിൻ്റെ അല്ലെങ്കിൽ ക്യൂവിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വ്യക്തിയാണ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്, ഒരു രാജ്യത്തിൻ്റെ ഹെഡ് എന്നുണ്ടെങ്കിൽ ആ കൺട്രിയെ നമ്മൾ മൊണാർക്കി എന്ന് വിളിക്കും. അതേസമയം ഒരു കൺട്രിയുടെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ഇലക്റ്റഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ, അതായത് ആർക്ക് വേണമെങ്കിലും ആ ഒരു പൊസിഷനിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ള കോൺസെപ്റ്റ് ആണെങ്കിൽ ആ ഒരു കൺട്രിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിപ്പബ്ലിക്. ഇത് നമ്മൾ എടുത്തിട്ടുള്ളത് ഫ്രാൻസിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനകത്താണ് അല്ലെങ്കിൽ ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനകത്താണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പ്രിയാമ്പിളിനകത്ത് ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി എന്നുള്ള 3 ഐഡിയൽസ് കാണാനായിട്ട് സാധിക്കും. എന്താണിതെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രിയാമ്പിളിനകത്ത് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രിയാമ്പിളിനകത്ത് ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി എന്നുള്ള 3 ഐഡിയൽസ് കാണാനായിട്ട് സാധിക്കും. ഈ 3 ഐഡിയൽസും നമ്മൾ എടുത്തിട്ടുള്ളത് ഫ്രഞ്ചിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനകത്താണ്. കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഫ്രഞ്ച് റവല്യൂഷനിൽ നിന്ന് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ള ഐഡിയൽസ് ആണ് ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി. ഈ 3 ഐഡിയൽസും നമ്മൾ നമ്മുടെ പ്രിയാമ്പിളിനകത്തേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതാണ് സൗത്ത് ആഫ്രിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അന്ന് എന്തൊക്കെയാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്.
ഫേസ്റ്റ് വൺ ആണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പ്രൊസീജിയർ. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യാം, എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ സൗത്ത് ആഫ്രിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ രാജ്യസഭയിലേക്കുള്ള മെമ്പേഴ്സിനെ ഇലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ പ്രൊവിഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ മെത്തേഡ് എന്താണ് എന്നുള്ളതും സൗത്ത് ആഫ്രിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്താണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് പ്രൊസീജിയറും രാജ്യസഭ ഇലക്ഷൻ മെത്തേഡും എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനിയുള്ള ചാപ്റ്റേഴ്സിനകത്ത് അല്ലെങ്കിൽ ഇനിയുള്ള ക്ലാസ്സസിനകത്ത് ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ തൽക്കാലം ഇപ്പം ഞാൻ വലിച്ചു നീട്ടുന്നില്ല. നെക്സ്റ്റ് ഈസ് ജാപ്പനീസ് കോൺസ്റ്റിറ്റ്യൂഷൻ. ജപ്പാൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നമ്മൾ എന്തൊക്കെ ഫീച്ചേഴ്സാണ് എടുത്തിട്ടുള്ളത്? ജപ്പാൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നമ്മൾ ഒരൊറ്റ കാര്യം മാത്രമേ എടുത്തിട്ടുള്ളൂ, പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. അപ്പോൾ ഈ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്താണെന്നുള്ള കാര്യം ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻസഫിഷ്യൻ്റ് ആയിപ്പോവും. ബിക്കോസ് നിങ്ങൾക്ക് ബേസിക്സ് ആണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്നുള്ളത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ ആർട്ടിക്കിൾ 21 വരും, റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ഈ ആർട്ടിക്കിൾ 21 ബേസ് ചെയ്ത് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്താണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോഴായിരിക്കും കുറച്ചും കൂടെ കണക്ട് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ജാപ്പനീസ് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മേജർ സോഴ്സസ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റിന് ഈ ഒരു സോഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനാണെന്ന് കാണാൻ പറ്റും. ആൻഡ് എല്ലാ സോഴ്സസും നമ്മൾ ഇതുവരെ പഠിപ്പിച്ച എല്ലാ സോഴ്സസും എന്ത് ചെയ്തിട്ടുണ്ട്, എക്സാമിന് വന്നിട്ടുണ്ട്. ആൻഡ് ചോദിച്ച സോഴ്സസ് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, വീണ്ടും വീണ്ടും ചോദിക്കാറുണ്ട്. സോ ഒട്ടും തന്നെ ഈ ഒരു ഏരിയ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇത് മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു സെക്ഷനാണ്. അപ്പോൾ ഇത്രയും ടോപ്പിക്കാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്തിരുന്നത്. അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക്